ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ അലീനയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനുവിൻ്റെ ഫോണിലെ ഫോട്ടോ ഒക്കെ നോക്കി മനു ഇങ്ങനെ ബെഡിൽ കിടക്കുവാണേ. അപ്പോഴാണ് നമ്മുടെ അലീനയെ വിളിക്കണം എന്നുള്ള തോന്നൽ വരുന്നത്. അങ്ങനെ നമ്മുടെ അലീനയെ വിളിക്കുന്നു. അലീന ഫോൺ എടുക്കുന്നു. മനുവിൻ്റെ ഫോൺ കണ്ടതോടുകൂടി നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അലീന, നീ അവിടെ എന്തെടുക്കുക? ഞാനേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ പോളി, അതിനു മുൻപേ നീ എന്തെടുക്കുമായിരുന്നു? പതിവ് ജോലി തന്നെ മനുവേട്ടാ, അടുക്കള ജോലി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിനക്ക് മോചനം കിട്ടാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോചനം കിട്ടുന്നുണ്ട്. അപ്പോഴാണല്ലോ ഓടിപ്പോയി കുളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛനോടും കൃഷ്ണമോളോടും ഇരുന്ന് സംസാരിക്കുന്നതും പിന്നെ രാത്രി 11 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ എനിക്ക് മോചനം തന്നെ എന്ന് പറയാട്ടോ. അത് പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ മനു പറയും, ഇപ്പോഴേ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലേ നിന്റെ ചെവി ഇടത്തോട്ടും വലത്തോട്ടും കറക്കി ഞാൻ തിരിച്ചനെ. അത് കേൾക്കുമ്പോൾ അലീന ഭയങ്കര ചിരിയാണ് കേട്ടോ. അല്ല മനുവേട്ടൻ ഇപ്പോൾ എവിടെയാ? ഞാൻ കൈതക്കൽ മാളിക വീട്ടിൽ എൻ്റെ സ്വന്തം ബെഡ്റൂമിൽ എന്ന് പറയുമ്പോൾ, അല്ല ഇപ്പോൾ ജോലിക്കൊന്നും പോവാറില്ലേ? അപ്പോഴേക്കും മനു ബെഡിൽ നിന്ന് എണീച്ചിരുന്നിട്ട് പറയും, എന്നാ പറയാനാ, ഞാൻ ആ ബാംഗ്ലൂരിലെ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്തോണ്ടിരുന്നതാ. 2 മാസം കൂടുമ്പോഴൊക്കെ വീട്ടിൽ വരാറുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്ന് പറയുമ്പോൾ, ഇപ്പോഴെന്താ പ്രശ്നം എന്ന് ചോദിക്കണ്ട അലീന. ഓ ഇനി എന്നാ പറ്റാനാ, മുത്തശ്ശന്റെ കൂടെ പോയി കഴക്കൂട്ടത്ത് നിന്ന പെൺകുട്ടിയെ കണ്ട ശേഷം അവൾ എൻ്റെ മനസ്സിൽ അങ്ങ് കയറിപ്പോയി. അവള് കാരണം എൻ്റെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞിരിക്കുക. ബാംഗ്ലൂരിലെ ജോലി ഒഴിവാക്കി ഇവിടുത്തെ ഇൻഫോ പാർക്കിലേക്ക് വന്നു. ആഴ്ചയിലെ ഒരു ദിവസമെങ്കിലും വീട്ടിലേക്ക് വന്നില്ലെങ്കിലേ വലിയ പ്രശ്നമാടോ. അപ്പൊ നമ്മുടെ അലീന അതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് ചോദിക്കും, ഏത് വീട്ടിലേക്കാ? കടപ്പാട്ടൂർ വീട്ടിലേക്ക്. അല്ല, കടപ്പാട്ടൂർ വീടായിട്ടാണോ കൂടുതൽ അടുപ്പം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയും, അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പം അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. വടക്കു നോക്കി യന്ത്രം പോലെ എവിടെ കൊണ്ടുവച്ചാലും അത് കടപ്പാട്ടൂർ വീട്ടിലേക്കാണ് ചൂണ്ടുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ചോദിക്കും, എന്താ കാര്യം? അതെ, ഭൂമിയുടെ അച്ചുതണ്ട് അവിടെയാണ് ഫിറ്റ് ചെയ്തേക്കണേ, അതിനനുസരിച്ച് ആ ഭൂമി കറങ്ങണേ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ഒരുമാതിരി ചിരിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീന സബ്ജക്റ്റ് മാറ്റാണ് കേട്ടോ. മനുവേട്ടാ, ഞാനേ നാളെ കഴിഞ്ഞ് രേവതിക്കുട്ടിയുടെ അടുത്തേക്കൊന്ന് പോവേ എന്ന് പറയുമ്പോൾ, അത് മറ്റന്നാളല്ലേ? ഞാനും ഉണ്ട് എറണാകുളത്തിന് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, അയ്യോ മനുവേട്ടൻ ഇൻഫോ പാർക്കിലോട്ടല്ലേ, ഞാനേ പാലാരിവട്ടത്തേക്കാ, ഞാനേ നിന്നെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വിട്ടിട്ട് പോയേക്കാം എന്ന് പറയുമ്പോൾ, അയ്യോ അത് ശരിയാവോ മനുവേട്ടാ? അലീന, നിനക്കിത്തിരി കോംപ്ലക്സ് ഉണ്ട്, അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നീ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലെ വേലക്കാരിയല്ല, നീ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാ, നമ്മൾ ഒരേ കുടുംബാണ്. അപ്പം നമ്മുടെ അലീന പറയും, അതല്ല മനുവേട്ടാ, ഞാനേ പെട്ടെന്ന് അങ്ങ് സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കത്തില്ലേ വലിയ അഹങ്കാരം കാണിച്ചെന്ന്. കൃഷ്ണമോള് സന്തോഷത്തോടെ നോക്കി നിൽക്കും. അങ്കിള് നല്ല പ്രോത്സാഹനം ചെയ്യുള്ളൂ, ബാക്കി എല്ലാവരും ശത്രുക്കളല്ലേ, അവരെ നോക്കേണ്ട കാര്യം നമുക്കുണ്ടോ? എങ്കിലേ മനുവേട്ടാ, ഞാനേ അച്ഛനോടുകൂടി ഒന്ന് ചോദിച്ചോട്ടെ. ബെസ്റ്റ്, അങ്കിള് നമ്മളെ അനുഗ്രഹിക്കല്ലേ ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താ ഇനി പറയാന്നുള്ള രീതിയിൽ നമ്മുടെ അലീന നഖം കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പൊ നമ്മുടെ മനു, അതെ ഒഴിവ് കഴിവ് ഒന്നും പറയണ്ട, പ്രോഗ്രാം ഫിക്സ്ഡ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ടാക്കാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.